വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. അപ്പോൾ എല്ലാ മലയാളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവുക. അതിലെ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും എല്ലാവരും ഉത്തരം എഴുതേണ്ടതാണ്. ബാക്കി 2 മുതൽ 6 വരെയുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന 4 മാത്രം ഉത്തരം എഴുതിയാൽ മതി. അങ്ങനത്തെ ഒരു രീതിയിലാണ് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരാറുള്ളത്. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും. പ്രൊഫസർ MN കാരശ്ശേരി എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുള്ള ഒരു ഖണ്ഡികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഴീക്കോടിൻ്റെ ശബ്ദം ഒന്നാന്തരമായിരുന്നു. അതിനൊരിക്കലും പ്രായം ബാധിച്ചില്ല. രോഷം കൊണ്ട് പൊട്ടിത്തെറിക്കാനും നർമ്മം കൊണ്ട് പൊട്ടിച്ചിരിക്കാനും കാരുണ്യം കൊണ്ട് അർദ്ധ്യമാക്കാനും പ്രാപ്തമായ ശബ്ദം. അത് എവിടെ ഉയർത്തണമെന്നും എവിടെ താഴ്ത്തണമെന്നും അദ്ദേഹത്തിന് നല്ല നിശ്ചയമാണ്. യേശുദാസ് സാധകം കൊണ്ട് വെരുതിയിൽ നിർത്തിയ ശബ്ദം പോലെയാണതും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി ഏതു സദസ്സിനെയും എപ്പോഴും അത് അമ്പരിപ്പിച്ചു. വേണ്ടതൊക്കെ വേണ്ട സമയം ആ നാവിലുദിച്ചു. കല്ലിൽ കൊത്തിയ ഓർമ്മ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഏത് ഉദ്ധരണിയും ഏത് ഗ്രന്ഥമയവും വേണ്ട സമയത്ത് 1 മിനിറ്റ് താമസമില്ലാതെ തോന്നും. ക്ലാസ് എടുക്കുമ്പോഴോ വർത്തമാനം പറയുമ്പോഴോ തെളിയാത്തതും കൂടി മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ മണിമണിയായിട്ട് ഓർമ്മ വരും. നിരന്തരം ക്ലാസ് എടുക്കുക, പ്രസംഗിക്കുക, വായിക്കുക, എഴുതുക, തർക്കിക്കുക മുതലായവ വഴി ഉണ്ടായിത്തീരുന്ന സാധകം കൂടി ആ സിദ്ധിയെ പോഷിപ്പിച്ചിരിക്കണം. ഇംഗ്ലീഷ്, സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിലുള്ള പാണ്ഡിത്യവും പുസ്തകം പാരായണം വഴി നേടിയ സാഹിത്യ പരിജ്ഞാനവും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അഴീക്കോടിൻ്റെ മഹത്വം, അഴീക്കോടിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളൊക്കെയാണ് പ്രൊഫസർ MN കാരശ്ശേരി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അതിന് താഴെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രായം ബാധിക്കാത്തത് എന്ന് ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? രൂപം, ശബ്ദം, കാഴ്ചശക്തി. എന്തിനെയാണ്? ഉത്തരം ശബ്ദം. രണ്ടാമത്തെ ചോദ്യം, ഏത് ഉദ്ധരണിയും ഏത് ഗ്രന്ഥനാമവും 1 മിനിറ്റ് താമസമില്ലാതെ അഴീക്കോടിന് തോന്നുന്നത് എപ്പോൾ എന്നാണ് ലേഖനത്തിൽ പറയുന്നത്? വർത്തമാനം പറയുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ, മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ. ഉത്തരം മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ. മൂന്നാമത്തെ ചോദ്യം, യേശുദാസ് സാധകം കൊണ്ട് വെരുതിയിൽ നിർത്തിയ ശബ്ദം പോലെയെന്ന് ലേഖകൻ സൂചിപ്പിച്ച കാര്യം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശബ്ദത്തിലെ സൗമ്യഭാവം, ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ, ശബ്ദത്തിലെ ഗൗരവം. ഏതാണ് ഉത്തരം? ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ. നാലാമത്തെ ചോദ്യം, ഫലിതം എന്ന് അർത്ഥം വരുന്ന പദം? കാരുണ്യം, രോഷം, നർമ്മം. ഉത്തരം നർമ്മം. അഞ്ചാമത്തെ ചോദ്യം, കല്ലിൽ കൊത്തിവെച്ച പോലെ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും മായാത്തത്, ഭംഗിയുള്ളത്, നിറങ്ങൾ ഉള്ളത്. ഉത്തരം ഒരിക്കലും മായാത്തത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന് ഉത്തരങ്ങൾ ചെയ്യേണ്ടത്. ഇനി പ്രവർത്തനം 2, അഭിമുഖ ചോദ്യാവലി. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി തെയ്യത്തെക്കുറിച്ച് എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗം വായിക്കാം. കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നതാണ് തെയ്യം അല്ലെങ്കിൽ തിറ. 2 പേരുകളുണ്ട്. ദേവതയുടെ ഉഗ്രദർത്തന രൂപത്തിലുള്ള ആവിഷ്കാരമാണ് തിറയിൽ. പഴയ കോലോത്തുനാളിൻ്റെ മിക്ക ഭാഗങ്ങളിലും തെയ്യാട്ടമാണ്. വേട്ടക്കൊരുമകൻ തുടങ്ങി ചുരുക്കം കോലങ്ങൾക്ക് മാത്രമേ അവിടങ്ങളിൽ തിറ എന്ന് പേരുള്ളൂ. കണ്ണൂർ ജില്ലയുടെ ദക്ഷിണ പ്രാന്തങ്ങളിൽ തൊട്ട് മലപ്പുറം വരെയുള്ള പ്രദേശങ്ങളിൽ തിറ എന്നാണ് എല്ലാ കോല തെയ്യങ്ങൾക്കും പറഞ്ഞു വരുന്നത്. കതിവന്നൂർ വീരൻ എന്ന തെയ്യത്തെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ടല്ലോ. തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നാടൻ കലാരൂപങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള രാഘവൻ പയ്യനാടുമായി അഭിമുഖം നടത്തുന്നതിനുള്ള ചോദ്യാവലി തയ്യാറാക്കാം. ചുരുങ്ങിയത് 5 ചോദ്യങ്ങളും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇവിടെ തെയ്യത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് വരികയാണ് രാഘവൻ പയ്യനാട് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അയാളോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള തെയ്യത്തെക്കുറിച്ച് ചോദിക്കാൻ പറ്റിയിട്ടുള്ള മിനിമം 5 ചോദ്യങ്ങളും തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ എന്ത് ചോദിക്കാം, തെയ്യം എന്ന വാക്ക് വന്നത് എങ്ങനെ എന്ന് പറയാമോ? അതുപോലെ തന്നെ തെയ്യം ഉത്തര കേരളത്തിൽ മാത്രം ഒതുങ്ങുവാനുള്ള കാരണം എന്താണ്? തെയ്യവേഷം സങ്കല്പം എന്ന വഴി തെയ്യം സ്റ്റേജ് ഷോ ആയി അവതരിപ്പിക്കുന്നതിന് താങ്കളുടെ അഭിപ്രായം എന്താണ്? അമ്മ ദൈവങ്ങളും വീരന്മാരും മാത്രമാണോ തെയ്യമായി അരങ്ങത്ത് വരുന്നത്? അപ്പൊ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും തെയ്യത്തെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കൂട്ടിച്ചേർത്തിട്ട് ചോദ്യാവലി പൂർത്തിയാക്കാവുന്നതാണ്. ഈ പ്രവർത്തനം 3 വിവരണമാണ്. മഴയൊഴിയുമ്പോൾ എന്നതാണ്. ഇവിടെ ഒരു കാർട്ടൂൺ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ കാർട്ടൂൺ ശ്രദ്ധിച്ചല്ലോ. നാറ്റുവേലപ്പൂക്കൾ എന്ന കവിതയിൽ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ പ്രളയവുമായി ബന്ധപ്പെട്ട് നേരിട്ടും ദൃശ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങളും അറിഞ്ഞിരിക്കുമല്ലോ. പ്രളയത്തെ ദുരന്താനുഭവം മുൻനിർത്തി ഒരു വിവരണം തയ്യാറാക്കുക. അപ്പൊ ഇത് 2019-20 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോദ്യമായിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു പ്രളയം സംഭവിച്ചത്. അപ്പൊ ആ പ്രളയത്തിന്റെ ദുരന്താനുഭവം, അതിനെക്കുറിച്ച് ആ ദുരന്താനുഭവത്തെ ഒരു വിവരണ രൂപത്തിൽ എഴുതാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു. നേരിട്ട് അനുഭവിച്ചിട്ടുള്ള പ്രളയ ദുരന്തങ്ങൾ നന്നായി വിവരണ രൂപത്തിൽ എഴുതാവുന്നതാണ് നിങ്ങൾക്ക്. നദികളിലും ജലാശയങ്ങളിലും ക്രമാതീതമായ ജലനിരപ്പ് ഉയർന്നു. കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മാത്രമല്ല, ഉയർന്ന പ്രദേശങ്ങളും വെള്ളത്തിനിടയിലായി. ചില പ്രദേശങ്ങളിൽ 2 നില കെട്ടിടങ്ങൾ പോലും വെള്ളത്തിൽ മുങ്ങി. മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഒരുപാട് പേരുടെ ജീവിതം അപകടത്തിലാക്കി. വീടുകളും വളർത്തുമൃഗങ്ങളും കൃഷിയിടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവർ നിരവധിയായി. ഒരുപാട് പേരുടെ ജീവൻ പ്രളയജലത്തിൽ നഷ്ടപ്പെട്ടു. മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും മറ്റും കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ചതു മൂലം നിരവധി ജീവിതങ്ങൾ രക്ഷപ്പെടുത്താനായി. ഈ ദിവസങ്ങളിൽ കരയും കായലും തിരിച്ചറിയാനാവാത്ത വിധം കേരളത്തിലെ പല പ്രദേശങ്ങളും വെള്ളത്താൽ മൂടപ്പെട്ടു. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഇപ്പോഴും അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിവരണാരൂപത്തിൽ എഴുതാവുന്നതാണ്. 4 കഥാപാത്ര നിരൂപണമാണ്. ഇവിടെ ഒരു പാട്ട്, ചെമ്പരത്തിയുടെ കുറിച്ചിട്ടുള്ള കൈതപ്രം എന്ന് എഴുതിയിട്ടുള്ള ഒരു പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കതുവന്നൂർ വീരന്റെ കഥ കേട്ടു പിടഞ്ഞു, മാമയിൽ പീലി പോൽ അഴകോലും ചെമ്പരത്തി, പൂങ്കോഴി കരഞ്ഞു തോഴിമാർ പിരിഞ്ഞു, ചത്തിത്തീയിലാണവളന്നു നുടലോടെ മറഞ്ഞു, കതുവന്നൂർ വീരന്റെ കനലോട് ചേർന്നവൾ സ്വർഗത്തിലേക്കൊരു കിളിയായി പറന്നു. ഈ പാട്ടിൽ നിന്ന് ചെമ്പരത്തിയുടെയും കതുവന്നൂർ വീരന്റെയും സ്നേഹബന്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കാം. ചെമ്പരത്തിയുടെ മറ്റു സ്വഭാവ സവിശേഷങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പൊ കതുവന്നൂർ വീരൻ എന്ന് പറയുന്ന പാഠഭാഗത്തില് വളരെയധികം പ്രധാനപ്പെട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ചെമ്പരത്തി. ആ ചെമ്പരത്തിയെ കുറിച്ചിട്ടുള്ള ഈ പാട്ടിൽ നിന്നും അതുപോലെ തന്നെ പാഠഭാഗത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള എല്ലാ സൂചനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ്. അപ്പൊ മങ്ങാട്ടെ മന്ദപ്പന്റെ ഭാര്യയാണ് ചെമ്പരത്തി. കൊന്നപ്പൂ പോലെയുള്ളൊരു പെണ്ണ് എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ചെമ്പരത്തി മന്ദപ്പനോട് കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങി. എങ്കിലും അവൾ മന്ദപ്പനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഭർത്താവ് ജോലി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹം കാരണമാകാം മന്ദപ്പനോട് അവൾ അങ്ങനെ പെരുമാറിയത്. ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടി മന്ദപ്പൻ മരണമടഞ്ഞു എന്ന് കേട്ടപ്പോൾ ചെമ്പരത്തി കരയുകയാണ്. തന്റെ ശാപവാക്കുകളാണ് മന്ദപ്പന്റെ ജീവിതം ഈ വഴിയാക്കിയത് എന്ന് കുറ്റബോധം അവളെ വേട്ടയാടി. ഭർത്താവിന്റെ ചിതയിൽ ചാടി അവളും ജീവിതം അവസാനിക്കുകയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ കൂട്ടിച്ചേർത്തലുകൾ ചേർത്ത് നിങ്ങളുടെ രീതിയിൽ ചെമ്പരത്തിയെ കുറിച്ച് നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ ആദ്യം പാഠഭാഗത്തിൽ കഥാപാത്രത്തിന്റെ വേഷത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആദ്യം ഇതിലെ പ്രധാന കഥാപാത്രമാണ് ചെമ്പരത്തി എന്ന് പറയാം. അതുപോലെ തന്നെ അതിന്റെ വേഷത്തെ കുറിച്ച് പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതേണ്ടത്. പ്രവർത്തനം 5 ലഘു ഉപന്യാസമാണ്. മയക്കുമരുന്നുകൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് സുഗതകുമാരി ടീച്ചർ ഇങ്ങനെ പറയുന്നു. ഈ വിഷങ്ങൾ ബുദ്ധിയെ ബാധിക്കുന്നു, ഓർമ്മശക്തി കുറയുന്നു, പഠനത്തിലുള്ള താല്പര്യം മങ്ങുന്നു, ആകപ്പാടെയുള്ള മാന്ദ്യം കുട്ടിയുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. കുടിയനായ മെൽഷിയറിനെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ വിപത്തിനെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. ലഹരിയുടെ ഉപയോഗവും ആരോഗ്യവും, കുടുംബ ബന്ധങ്ങളുണ്ടാകുന്ന പ്രശ്നം, സാമൂഹ്യ ബന്ധങ്ങളുടെ തകർച്ച, ഇത്തരം സൂചനകൾ കൂടി പരിഗണിച്ച് ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ ഇവിടെ എന്താണ്, സമൂഹത്തിൽ ഇപ്പോഴും ലഹരിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹം ഇപ്പോൾ നേരിടുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ
ലഹരി ഉപയോഗം കൂടുതൽ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ കാര്യത്തെക്കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ഉപന്യാസം എന്ന് പറയുന്നത്. ഒട്ടേറെ ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. വർത്തമാന കാലത്ത് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. വ്യക്തികളെയും സമൂഹത്തെയും ആകമാനം കാർന്നു നിന്ന ക്യാൻസറായി ഇത് വളർന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആരോഗ്യവും മാത്രമല്ല, കുടുംബത്തിൻ്റെ ഒരു സൊസൈറ്റിയുടെ തന്നെ സമാധാന അന്തരീക്ഷം, അതായത് സൊസൈറ്റി എന്നതിനാണ് നിങ്ങൾക്ക് സമൂഹം എന്ന് എഴുതാവുന്നതാണ്. സമൂഹം തന്നെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന വില്ലൻ കൂടിയാണ് മയക്കുമരുന്നുകൾ. ലഹരി മരുന്നിൻ്റെ ആക്രമണത്തിന് പലപ്പോഴും ഇരയാകുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും അവർ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയും കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മറന്നു പ്രവർത്തിക്കുകയും കുടുംബത്തിലെ മറ്റു അംഗങ്ങളുടെ അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മയക്കുമരുന്നിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിനം പ്രതി നമ്മൾ വാർത്തകളിലും ഒക്കെ ആയി കേൾക്കുന്നുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കുട്ടികളിലാണ് ഇപ്പോൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ മയക്കുമരുന്ന് ശാഖകൾ വളർന്നു വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ ഒരു ലഘു ഉപന്യാസ കുറിപ്പ് തയ്യാറാക്കുക. അവസാനത്തെ കുറിപ്പായിട്ടുള്ള പ്രവർത്തനമായിട്ടുള്ള ആമുഖക്കുറിപ്പാണ്. ജീൻ ക്രിസ്റ്റഫറിന്റെ പുസ്തകത്തിന് മുത്തച്ഛൻ എഴുതിയ ആമുഖക്കുറിപ്പ് നിങ്ങൾ ക്ലാസ് റൂമിൽ തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ വായിച്ച അപ്പോൾ റായി നദിയിലെ ഓളങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ജീൻ ക്രിസ്റ്റഫറിന്റെ പുസ്തകത്തിന്റെ ഒരു ആമുഖക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ വായിച്ച് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിന് ആമുഖക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു പുസ്തകത്തിലെ ആമുഖക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പുസ്തകത്തിന്റെ ഉള്ളടക്കം, കാഴ്ചപ്പാട്, വായനക്ക് പ്രേരിപ്പിക്കൽ, പുസ്തകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തുടങ്ങിയ സൂചനകൾ പരിഗണിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ വായിച്ചിട്ടുള്ള പുസ്തകത്തിൽ എന്താണ് പറയുന്നത്, എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്, നിങ്ങൾക്ക് അത് ആ കഥ വായിച്ച് അല്ലെങ്കിൽ ആ ബുക്ക് വായിച്ചപ്പോൾ എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആമുഖക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നമുക്ക് കുറിപ്പ് നോക്കാം. ഞാനിവിടെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന വായിച്ചിട്ടുള്ള കഥയുടെ ഒരു ആമുഖക്കുറിപ്പാണിത്. കഥാകൃത്ത് തന്നെ കഥാപാത്രവുമായി വരുന്ന ലഘു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ ഉമ്മ, സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, കുട്ടികൾ, സഹോദരി, പാത്തുമ്മയുടെ ആട്, ഇങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന മനോഹരമായൊരു കഥയാണിത്. ഈ കഥാപാത്രങ്ങളൊക്കെ രസകരമായ നിമിഷങ്ങളിലൂടെ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ കൊച്ചു നോവലിൽ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഒരു ആടാണ്, പാത്തുമ്മയുടെ ആട്. ആടിന്റെ മേടിനൊപ്പം ദാരിദ്ര്യവും കൊച്ചു കൊച്ചു മോഷണങ്ങളും അസൂയയും എല്ലാം ചിരിയുണർത്തുന്ന നോവായി നമ്മുടെ മനസ്സിൽ ഈ നോവൽ അവശേഷിപ്പിക്കുന്നു. തികച്ചും സംസാര ഭാഷയിൽ എഴുതിയ ഈ നോവൽ വായനക്കാർക്ക് പുതിയൊരു അനുഭവമാണ് സമ്മാനിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ആമുഖക്കുറിപ്പ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കഥയോ അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആമുഖക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെ പാരഗ്രാഫ്, അതായത് ഖണ്ഡിക വായിച്ചതിന് താഴെ ഉത്തരം ചെയ്യാൻ എന്തായാലും നിർബന്ധമായി വരുന്നതാണ്. അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം, ആമുഖക്കുറിപ്പ്, വിവരണം, ലഘു ഉപന്യാസം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ എല്ലാ പ്രാവശ്യവും ചോദിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.